നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോളെ, ഈ വിവാഹം നടന്ന നിന്റെ ഭാവി എന്താവും? നാളെ എന്താണെന്ന് നമുക്കാർക്കും അറിയില്ലല്ലോ അമ്മ. അതെല്ലാം ഈശ്വരന്റെ കൈകളിലല്ലേ. നമ്മുടെ കണക്കൂട്ടലുകൾക്കും അപ്പുറത്താണ് ദൈവത്തിന്റെ നിശ്ചയം. സിദ്ധുവിന്റെ ഭാര്യയായി കഴിഞ്ഞ ഈ സ്കൂളിന്റെ മുഴുവൻ മേൽനോട്ടവും ദേവിക്കാം. അതൊക്കെ വേണോ മാഡം? ഞാൻ വീണ്ടും ഒരു ടീച്ചറായി തുടരുന്നതല്ലേ നല്ലത്. അതാ എനിക്കും ഇഷ്ടം. ടീച്ചറായി തുടരുന്നതിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ സ്കൂളിന്റെ നടത്തിപ്പ് ദേവിക തന്നെ നോക്കി നടത്തണം. ആക്ച്വലി എനിക്ക് അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇല്ല മാഡം. ഇങ്ങനെയൊക്കെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടാവുന്നേ. ഈ സ്കൂളിന്റെ കാര്യങ്ങൾ കൃത്യമായി നോക്കാൻ ദേവികയ്ക്ക് സാധിക്കും. അതിനുള്ള കഴിവ് ദേവികയ്ക്കുണ്ട്. അക്കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പാ. തൽക്കാലം അതിനെക്കുറിച്ച് ആലോചിച്ചൊന്നും ടെൻഷൻ ആവരുത്. ഇപ്പോ വിരുന്നിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. ആദ്യം അതിന് എന്തൊക്കെയാ വേണ്ടെന്നുള്ള ലിസ്റ്റ് തയ്യാറാക്കിക്കോ. ശരി മാഡം. പറഞ്ഞതുപോലെ ഈ സ്കൂളിന്റെ ചുമതല ജാനകി മേഡം ഇവളെ ഏൽപ്പിച്ച എന്റെ കാര്യം മിക്കവാറും കട്ടപ്പുകയാകും. അതിനു മുമ്പ് ഇവളെ ഒതുക്കണം. മായാ മേഡം പറഞ്ഞ കെണിയിൽ ഇവളെ വീഴ്ത്തണം. വിരുന്നിന്റെ ഉത്തരവാദിത്വം ഇവളെ ഏൽപ്പിച്ചത് വളരെ നന്നായി. അവൾ സിദ്ധാർത്ഥമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചോ? ആരോട് ചോദിച്ചിട്ട് അവൾ സമ്മതിച്ചത്? അവളോട് അതിന് സമ്മതിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? അമ്മ മാത്രമല്ല, ഞാനും മുത്തശ്ശനും ആവുന്നത് പറഞ്ഞു. എന്നിട്ടും ചേച്ചി സമ്മതിച്ചില്ല. എന്തിനാ ചേച്ചി ഈ ത്യാഗം സഹിക്കുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് വേണ്ടിയാണെങ്കിൽ അത് വേണ്ട. എന്തും ഫേസ് ചെയ്യാൻ ഞാൻ തയ്യാറാ. എന്ത് തന്നെയായാലും ചേച്ചിയും സിദ്ധുവേട്ടനുമായിട്ടുള്ള വിവാഹം നടക്കരുത്. നടന്ന ചേച്ചിയുടേതായൊരു ജീവിതം അവിടെ അവസാനിക്കും. അത് കാണാൻ എനിക്കാവില്ലമ്മേ. അതുകൊണ്ട് അമ്മ എത്രയും പെട്ടെന്ന് ഇതിൽ ഇടപെടണം. ഇടപെട്ടേ മതിയാകൂ. നീ ഒരു കാര്യം ചെയ്യ്, ഫോൺ വെക്ക്. ഞാൻ അവളെ ഒന്ന് വിളിക്കട്ടെ. അമ്മേ. എടി, നീ എന്താ കരുതിയത്? ഞാൻ ചത്തുപോയിന്നോ? കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടാനാ ഞാൻ ദുബായി വന്നത്. അല്ലാതെ ഞാൻ ചത്തുപോയിട്ടൊന്നുമില്ല. അമ്മേ, നീ ആ സിദ്ധാർത്ഥമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചല്ലേ? ഗോപു അത് എന്നോട് പറഞ്ഞു. ആ ബന്ധം വേണ്ടെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ? എന്നിട്ട് നീ എന്റെ വാക്ക് ധിക്കരിച്ചല്ലേ? എന്നെ അറിയിക്കാതെ, എന്റെ വാക്കിനൊരു വില പോലും തരാതെ തീരുമാനങ്ങൾ എടുക്കാൻ നീ ആരാ? നിനക്ക് എങ്ങനെ തോന്നി എന്നെ മറച്ചു വെച്ച് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ? ഞാൻ ഈ തീരുമാനത്തിൽ എത്തിച്ചേരുന്ന എനിക്കൊരു മുൻവിധി ഉണ്ടായിരുന്നില്ല. ജാനകി മാഡവും മുത്തശ്ശിയും വീണ്ടും വന്നപ്പോ വിവാഹത്തിന് ഞാൻ സമ്മതിച്ചില്ലെങ്കിൽ ഗോപികയുടെ ഡിവോഴ്സ് നടക്കുമെന്ന് അവർ തീർത്തു പറഞ്ഞപ്പോ ശരിക്കും ഉമിത്തിയിൽ പെട്ടതുപോലെ ഞാൻ നിന്ന് ഉരുകുമായിരുന്നു. എന്റെ ചെവിയിൽ മുഴുവൻ നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞ വാക്കുകൾ അലയടിക്കുമായിരുന്നു. ഏത് തീരുമാനവും ഞാൻ എടുക്കേണ്ടത്? പൂജാമുറി കയറി ദേവിയുടെ മുന്നിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അന്നേരം ദേവി എന്റെ മനസ്സിൽ തോന്നിപ്പിച്ചൊരു തീരുമാനമാ. അതുകൊണ്ടാ അപ്പൊ തന്നെ വിവാഹത്തിന് സമ്മതിച്ചത്. അതിനിടയിൽ ഞാനിങ്ങനെ അമ്മയെ വിളിച്ച് സംസാരിക്കുന്നത്? മോളെ, ഈ വിവാഹം നടന്ന നിന്റെ ഭാവി എന്താവും? നാളെ എന്താണെന്ന് നമുക്കാർക്കും അറിയില്ലല്ലോ അമ്മ. അതെല്ലാം ഈശ്വരന്റെ കൈകളിലല്ലേ. നമ്മുടെ കണക്കൂട്ടലുകൾക്കും അപ്പുറത്താണ് ദൈവത്തിന്റെ നിശ്ചയം. അതുകൊണ്ട് ഞാനെല്ലാം ഈശ്വരനിൽ അർപ്പിച്ചിരിക്കുക. ദൈവം എന്നെ അങ്ങനെ കൈവിടില്ല. അമ്മ ഉടനെ വരുന്നല്ലേ പറഞ്ഞത്? അമ്മ വാ, എന്നിട്ട് അവരെയൊക്കെ പരിചയപ്പെടാം. എല്ലാവരും നേരിട്ട് കണ്ട് സംസാരിക്കുമ്പോ അമ്മയുടെ ആദ്യമൊക്കെ അങ്ങ് മാറിക്കോളും. ഏതായാലും അമ്മയുടെ സാന്നിധ്യത്തിലല്ലാതെ ഞാൻ ഈ വിവാഹം കഴിക്കില്ല, അതുറപ്പാ. ഒരു എതിരും പറയാതെ അമ്മ എന്നെ അനുഗ്രഹിക്കണം. മോളെ, ഋഷി, 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 നോക്ക്. എന്താ ഏട്ടാ പറയ്. ഋഷി ഇങ്ങോട്ട് നോക്ക്. എന്താ എന്താ കാര്യം പറ. ഋഷി, എനിക്കിപ്പോ മാലാഖയോട് സംസാരിക്കണം.
ഇപ്പോഴോ? ഇപ്പൊ സംസാരിക്കണം. ഋഷി ആ ഫോൺ എടുത്ത് മാലാഖ ഒന്ന് വിളിക്കോ? വിളിക്ക് ഋഷി, വിളിക്ക് ഋഷി, ശരി ശരി, വിളിക്കാം വിളിക്കാം വിളിക്കാം. വെയിറ്റ് ചെയ്യ്. ഹലോ, ആ ഋഷി. ആ ചേച്ചി, പറയ ഋഷി. ഏട്ടന് ചേച്ചിയോട് സംസാരിക്കണമെന്ന്. ഞാൻ കൊടുക്കട്ടെ? കൊടുത്തോ. ആ ഏട്ടാ, ഏട്ടൻ സംസാരിച്ചോ? ഹലോ. മാലാഖേ, കൊട്ടാ, മാലാഖ ഇപ്പൊ എന്ത് ചെയ്യാ? ഞാനൊന്നും ചെയ്യുന്നില്ല. മാലാഖേ, ഇവിടെ അമ്മയച്ഛനും മുത്തശ്ശിയൊക്കെ പറയാ നമ്മുടെ കല്യാണം ഇപ്പൊ തന്നെ ഉണ്ടാവുന്നു. നമ്മുടെ കല്യാണത്തിന് വലിയ സദ്യ ഉണ്ടാവുന്നു. ആ, അമ്മ പറഞ്ഞു പപ്പടം ഉണ്ടാവും, പഴം ഉണ്ടാവും, പായസം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. മാലാഖയ്ക്ക് ഏത് പായസം ഇഷ്ടം? കൊട്ടിന് ഏത് പായസം ഇഷ്ടം? എനിക്ക് പാൽ പായസം. അല്ലല്ല, പാൽ പായസം. ആ, പാലട പായസം എനിക്ക് ഭയങ്കര ഇഷ്ടാ. കൊട്ടാ, നേരം കൊറേയായി. കൊട്ടന് ഉറങ്ങണ്ടേ? വേണ്ട, എനിക്ക് മാലയോട് സംസാരിച്ചോണ്ടിരിക്കണം. മാലാഖയോട് സംസാരിച്ചോണ്ടിരിക്കാൻ എന്ത് രസാ അറിയോ? അതൊക്കെ ശരി തന്നെയാ. ഉറങ്ങില്ലെങ്കിൽ ശരിയാവില്ല, അസുഖം വരും. ആണോ? അസുഖം വരുമോ? അസുഖം വരും. എന്നാ വേണ്ട, അസുഖം വന്നാലേ പിന്നെ നമ്മുടെ കല്യാണം മുടങ്ങുമല്ലോ. പിന്നെ എങ്ങനെ ദൂരെ പോയാലോ നമ്മുടെ കല്യാണം. എന്നാ വേഗം നല്ല കുട്ടിയായിട്ട് ഫോൺ വെച്ചിട്ട് കുട്ടൻ പോയി കിടന്ന് ഉറങ്ങിക്ക്. ശരി, ഞാൻ ഫോൺ ഋഷിക്ക് കൊടുത്തിട്ട് കിടന്നുറങ്ങിക്കോളാട്ടോ. ശരി, ഞാൻ ഫോൺ വെക്കാം. വെക്കില്ലേ. എന്താ? ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇനി വെച്ചോ. ശരി, ഞാൻ വെക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.